നാത്തൂൺസ് സ്പൈസ് വേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ നാത്തൂൺ സ്പെഷ്യൽ ഡൊമിനോസിലൊക്കെ കിട്ടുന്ന ഏവരുടെയും പ്രിയപ്പെട്ട ഗാർലിക് ബ്രെഡാണ്. വളരെ എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ കഴിയുന്നൊരു ബ്രെഡാണിത്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ ഈസ്റ്റ് റെഡിയാക്കാം. അതിനുവേണ്ടി ഞാൻ 1/3 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ചെറു ചൂടുവെള്ളമാണ്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഈസ്റ്റും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് ഇളക്കി മാറ്റി വയ്ക്കാം. 10 മിനിറ്റ് കഴിയുമ്പോൾ അത് റെഡിയാവും. ഇനി ബൗളിലേക്ക് 1 കപ്പ് മൈദ, 250 ml കപ്പാണ്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈസ്റ്റാണ് ആഡ് ചെയ്യുന്നത്. ആ വെള്ളം കൊണ്ടാണ് നമ്മളിത് കുഴയ്ക്കുന്നത്. ഇങ്ങനെ മാവ് കുഴയ്ക്കുന്നതിന് 10 മിനിറ്റ് മുമ്പ് നമ്മൾ ഈസ്റ്റ് റെഡിയാക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മാവ് പുളിച്ച് കിട്ടും. നന്നായിട്ട് ആ വെള്ളം കൊണ്ട് കുഴയ്ക്കുക. എനിക്ക് ആ 1/3 കപ്പ് തന്നെ വേണ്ടി വന്നുള്ളൂ കുഴയ്ക്കാനായിട്ട്. ഓരോ മാവിനനുസരിച്ച് ചിലപ്പോൾ വെള്ളത്തിൻ്റെ അളവിന് ചെറിയ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ വരാനിടയുണ്ട്. നന്നായി കുഴച്ചെടുക്കുക. ഡോ നല്ല സോഫ്റ്റായി കിട്ടണം. ഇനി ഇതിലേക്ക് അല്പം കൂടി ഒലിവ് ഓയിൽ തടവി ഒരു പ്ലാസ്റ്റിക് റാപ്പർ കൊണ്ടോ നനഞ്ഞ തുണി കൊണ്ടോ നന്നായി കവർ ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഈ മാവ് ഇരട്ടിച്ച ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ചൂടുള്ള സ്ഥലങ്ങളാണെങ്കിൽ ഏകദേശം ഒരു 3 മണിക്കൂർ കൊണ്ട് തന്നെ റെഡിയാവും. എനിക്കിവിടെ നാട്ടിൽ അത്രയും ചൂടില്ലാത്തത് കൊണ്ട് 4-5 മണിക്കൂറോളം സമയം വേണ്ടി വന്നു. ശേഷം മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇതൊന്നുകൂടി നന്നായി കുഴച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. ആ മാവ് മുഴുവനായിട്ട് നമ്മൾ ഒരുമിച്ചാണ് പരത്തുന്നത്. അത്യാവശ്യം ഈ കനത്തിലെങ്കിലും ഉണ്ടായിരിക്കണം. ബ്രഷ് ചെയ്യാനുള്ള മിക്സാണിത്. വെളുത്തുള്ളി അരിഞ്ഞതും മല്ലിയിലയും മെൽറ്റഡ് ബട്ടറുമാണിത്. ഡോ ബട്ടർ വെച്ച് ഗ്രീസ് ചെയ്ത ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റിയ ശേഷം ഈ മിക്സ് നമ്മൾ ഈ പരത്തി വെച്ചിരിക്കുന്ന ഡോയിൽ എല്ലായിടത്തും പരത്തി കൊടുക്കുക. അതിനുശേഷം അല്പം ചില്ലി ഫ്ലേക്സ് എരിവിനനുസരിച്ച് ആഡ് ചെയ്യാൻ കേട്ടോ. പിന്നീട് ആഡ് ചെയ്യുന്നത് ചീസാണ്. ഞാൻ മോസറല്ല ചീസാണ് ആഡ് ചെയ്യുന്നത്. ചീസ് താല്പര്യമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാവുന്ന ഓപ്ഷനാണ്. ഇതുപോലെ മടക്കി അരികെ നന്നായി ചേർത്ത് കൊടുക്കുക. ഫോർക്ക് ഉപയോഗിച്ച് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ പ്രസ് ചെയ്തിരിക്കും, കാണാനും ഭംഗിയുണ്ടാവും. നമ്മൾ അകത്ത് ചെയ്ത പോലെ തന്നെ പുറമേയും ആ മിക്സ് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ചില്ലി ഫ്ലേക്സും ആഡ് ചെയ്യുക. ഒരല്പം ഒറിഗാനോ ആഡ് ചെയ്യുക. അതും ഓപ്ഷണലാണേ. ഇനി കത്തി കൊണ്ട് ഒന്ന് നന്നായി വരഞ്ഞു കൊടുക്കാം. ഇങ്ങനെ വരഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് മുറിച്ചെടുക്കാൻ കുറച്ചുകൂടെ എളുപ്പമുണ്ടായിരിക്കും. നമുക്ക് ബേക്ക് ചെയ്യാം. അതിനുവേണ്ടി 10 മിനിറ്റ് മുമ്പ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനിലേക്ക് നമുക്ക് ഈ ട്രേ വയ്ക്കാം. 180 ഡിഗ്രി സെൽഷ്യസിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. എനിക്കൊരു 30 മിനിറ്റ് സമയം മാത്രമേ വേണ്ടി വന്നുള്ളൂ. അതിനുള്ളിൽ എനിക്ക് എൻ്റെ ഗാർലിക് ബ്രെഡ് റെഡിയായി കിട്ടി. കണ്ടോ, അടിപൊളിയല്ലേ? ഞാനിതിൻ്റെ അകവശം കാണിച്ചു തരാം. ഇതാ കണ്ടോ, ഭയങ്കര സോഫ്റ്റുമാണ്, ഭയങ്കര ടേസ്റ്റിയുമാണിത്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുകയല്ലേ? ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ വേറിട്ട രുചികളുമായി വീണ്ടും കാണാം. ബൈ.